എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിലക്കടല അല്ലെ കപ്പലണ്ടി എന്നൊക്കെ പറയത്തില്ലേ, ഇത് വെച്ച് നല്ലൊരു 4 മണി ചായക്കുള്ളൊരു ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലനായിട്ടാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പുതിയ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിതുപോലെ 2 കപ്പ് കടലയാണ് എടുക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലെ ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. കടലയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സവാള, ഒരു ചെറിയ സവാള, പിന്നെ 2 ക്യാരറ്റ്, ഇത് കക്കരിക്ക പീസാണ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു വലിയ തക്കാളി കേട്ടോ. ഇതെല്ലാം നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള, കക്കിരിക്ക, ക്യാരറ്റ് ഉണ്ട്, മല്ലി ഇലയുണ്ട്, തക്കാളി ഉണ്ട് കേട്ടോ. ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ വെജിറ്റബിളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കക്കിരിക്ക ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് കാബേജൊക്കെ അരിഞ്ഞു കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഹെൽത്തിയായ പ്രോട്ടീൻ കൂടുതൽ റിച്ച് പ്രോട്ടീനുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാൻ ഹാഫാണ് എടുത്തത്, എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് നീരുള്ളത് കൊണ്ട് ഞാൻ ഹാഫേ എടുത്തുള്ളൂ കേട്ടോ. ഇതിൻ്റെ സീഡ്സ് എല്ലാം നമുക്ക് മാറ്റാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയ റൈറ്റ കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടോ. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. സ്കൂളൊക്കെ അടച്ച സമയമല്ലേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ വെറും 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കിയതാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 4 മണിക്ക് ചായക്കും കുട്ടിക്കിടക്കൊക്കെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.